പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രണ്ട് വാക്കുകളാണ് ഇപ്പോൾ ജനശ്രദ്ധ നേടിയിരിക്കുന്നത്. മോദിയുടെ ഗ്യാരണ്ടി. എന്താണ് മോദിയുടെ ഗ്യാരണ്ടി? മോദിയുടെ ഗ്യാരണ്ടി എന്നാൽ ജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള അചഞ്ചലമായ പ്രതിബദ്ധത എന്നതാണ്. മോദിയുടെ ഗ്യാരണ്ടി എന്നാൽ വികസിതമായ ഭാരതം, ശ്രേഷ്ഠമായ ഭാരതം എന്നാണ്. യുവാക്കളുടെ വികസനം, സ്ത്രീ ശാക്തീകരണം, കർഷകരുടെ ക്ഷേമം, പതിറ്റാണ്ടുകളായി അവഗണിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട ദുർബലരായ ജനതയ്ക്കുള്ള ഉറപ്പുകൂടിയാണ് മോദിയുടെ ഗ്യാരണ്ടി. ദരിദ്രരിലും ഏറ്റവും ദരിദ്രരായ ആളുകൾ ഇത് മോദി സർക്കാരിന്റെ അഭിമാനകരമായ സർക്കാർ ക്ഷേമ പരിപാടികളിൽ ഭാഗമാണ്. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന വഴി 80 കോടി ജനങ്ങൾക്ക് സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകി കഴിഞ്ഞു. 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റി. ആരും പട്ടിണി കിടന്നുറങ്ങില്ല എന്ന ഉറപ്പാണ് മോദിയുടെ ഗ്യാരണ്ടി. പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഗ്രാമങ്ങളിൽ 100% വൈദ്യുതീകരണം, പൈപ്പ് വാട്ടർ കണക്ഷൻ ഉറപ്പു നൽകുന്ന ജൽ ജീവൻ മിഷൻ. ഇന്ന് 14 കോടിയിലധികം ഗ്രാമീണ കുടുംബങ്ങളിൽ വെള്ളം എത്തുന്നു. എല്ലാവരുടെയും തലയ്ക്ക് മുകളിൽ ഒരു മേൽക്കൂരയുണ്ടെന്ന് ഉറപ്പാക്കുന്നു മോദിയുടെ ഗ്യാരണ്ടി. ആരോഗ്യം ഉറപ്പാക്കുന്നത് പ്രധാനമന്ത്രിയുടെ ജന ആരോഗ്യ യോജന വഴി 12 കോടി ദുർബല കുടുംബങ്ങളിലെ 55 കോടി വ്യക്തികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏവരുടെയും ആരോഗ്യം ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇതും മോദിയുടെ ഗ്യാരണ്ടിയാണ്. കർഷകരുടെ ക്ഷേമത്തിനായുള്ള പ്രധാനമന്ത്രി മോദിയുടെ പ്രതിബദ്ധത കാർഷിക ബജറ്റിൽ വ്യക്തമാണ്. 2014-15 കാലയളവിൽ നിന്ന് 300% വർധനവാണ് ഉണ്ടായത്. അതായത് ഏകദേശം 1.27 ലക്ഷം കോടി രൂപയുടെ വർധന. PM കിസാൻ പദ്ധതി 11 കോടിയിലധികം കർഷകർക്ക് ഗുണം ചെയ്തു. 2.6 ലക്ഷം കോടി രൂപ സഹായമായി നൽകി. 7000 ഊർജ്ജസ്വലമായ കാർഷിക അനുബന്ധ സ്റ്റാർട്ടപ്പുകൾ കർഷകരെ പിന്തുണയ്ക്കും. കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ വഴിയുള്ള തടസ്സമില്ലാത്ത ക്രെഡിറ്റ് ആക്സസ് കർഷകർക്ക് മുതൽക്കൂട്ടായി. ജൻധൻ യോജന പോലുള്ള സംരംഭങ്ങൾ 28 കോടി സ്ത്രീകൾക്ക് ആദ്യമായി ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുവാനും ബാങ്കിലേക്ക് പ്രവേശനം ഉറപ്പാക്കുവാനും ഭാഗമായി മാറി. മാത്രമല്ല ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, നാരി ശക്തി വന്ദൻ അധിനിയ തുടങ്ങിയവ സ്ത്രീ ശാക്തീകരണത്തിന് മോദിയുടെ ഗ്യാരണ്ടിയായി മാറിക്കഴിഞ്ഞു. വികസനം മാത്രമല്ല മോദി സർക്കാരിന് മുന്നിലുള്ളത്. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും സർക്കാർ മുൻകൈ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. പ്രസാദം, സ്വദേശ് ദർശൻ തുടങ്ങിയ പദ്ധതികളിലൂടെ ആത്മീയ വിനോദസഞ്ചാരത്തെ മുഖ്യധാരയിൽ എത്തിക്കാനുള്ള ഗവൺമെന്റിന്റെ ശ്രമങ്ങളും വിജയകരമായി. രാജ്യത്തെ യുവാക്കളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ പ്രധാനമന്ത്രി 1 ലക്ഷത്തിലധികം സ്റ്റാർട്ടപ്പുകൾ യുവാക്കൾക്കായി വകമാറ്റി. ഡിജിറ്റൽ സാക്ഷരത, ഉന്നത വിദ്യാഭ്യാസ എൻറോൾമെന്റ്, ദേശീയ വിദ്യാഭ്യാസ നയം എന്നിവയിൽ ഊന്നൽ നൽകുന്നതും വൈദികവും അറിവുമുള്ള ഒരു യുവജന സമൂഹത്തെ പരിപോഷിപ്പിക്കുന്നതിനുള്ള പ്രതിബദ്ധതയായാണ് പ്രകടമാകുന്നത്. ഇതും മോദിയുടെ ഗ്യാരണ്ടിയാണ്. വിശാലമായ മെട്രോ ശൃംഖലയും വന്ദേ ഭാരത് ട്രെയിനുകളും ഉൾപ്പെടെ രാജ്യത്ത് അടിസ്ഥാന സൗകര്യ വികസനം, ആത്മനിർഭർ ഭാരത് റോസ്ഗർ യോജന 60 ലക്ഷം ഗുണഭോക്താക്കൾക്ക് ഗുണം ചെയ്യുകയും രാജ്യത്തെ 500 നഗരങ്ങളിലും പട്ടണങ്ങളിലുമായി 82,222 കോടി രൂപയുടെ അമൃത് പദ്ധതികൾ, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം, മേക്ക് ഇൻ ഇന്ത്യ പുഷപ്പ്, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്, മേക്ക് ഇൻ ഇന്ത്യ ആരംഭിച്ചതും കയറ്റുമതിയിൽ ഗണ്യമായ വർധനവിന് കാര്യമായി. ഡിജിറ്റൽ ഇന്ത്യ, ഭാരത് നെറ്റ്, UPI തുടങ്ങിയ സംരംഭങ്ങൾ ഡിജിറ്റൽ വിഭജനം ഒഴിവാക്കി വഴിയോര കച്ചവടക്കാർക്ക് പോലും UPI ട്രാൻസാക്ഷൻ രാജ്യത്ത് പുരോഗതിയിൽ എത്തിക്കാനുള്ള മോദിയുടെ ഗ്യാരണ്ടി. ഡിജിറ്റൽ ഇന്ത്യ, ഭാരത് നെറ്റ്, UPI തുടങ്ങിയ സംരംഭങ്ങൾ ഡിജിറ്റൽ വിഭജനം ഒഴിവാക്കി വഴിയോര കച്ചവടക്കാർക്ക് പോലും UPI ട്രാൻസാക്ഷൻ രാജ്യത്ത് സംഘടിപ്പിച്ചു. രാജ്യത്തെ പുരോഗതിയിൽ എത്തിക്കാനുള്ള മോദിയുടെ ഗ്യാരണ്ടി തീർന്നിട്ടില്ല. ഇതുപോലെ എത്രയോ പദ്ധതികൾ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ നിരത്താൻ കഴിയുന്ന നേട്ടങ്ങൾ, ഇതെല്ലാം മോദിയുടെ ഗ്യാരണ്ടി തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ് TV.